ഹലോ ഗായ്സ്, ഞങ്ങൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് വയ്യ, അതുകൊണ്ട് അവനെ കാണാൻ പോവുകയാണ്. നല്ല വണ്ടിയൊക്കെ ഉണ്ട്, നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിന്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. നമ്മൾ ചായ ഒക്കെ കൊണ്ടുവന്നത് ഇതാ കാരണം വെള്ളമൊക്കെ എടുക്കുകയാണ്. ചിക്കനും ചോറൊക്കെ ചിക്കനും പൊറാട്ടയുമാണ്. നമ്മളെ കൂടെ മാമാപ്പി ഇപ്പച്ചൊക്കെ ഉണ്ട്. കൈയൊക്കെ കേക്ക് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഞാൻ പൊറാട്ട കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പച്ചിയും കഴിക്കുകയാണ്. ഇതാണ് ചിക്കൻ കറി. ഇത് പൊറാട്ടയും പിന്നെ ഒരു ചായയും. ഇപ്പം നമ്മള് ഇപ്പച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ വീട്ടിലെത്തി. നമ്മൾ അവിടെ നിന്നിട്ട് വൈകുന്നേരമാണ് ഇറങ്ങിയത്. അവിടെ തന്നെ കഴിച്ചത്. അവിടെ റോഡ് പണി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ബ്ലോക്ക് ആയി കുറേ നേരം ഇരുന്നു. എൻ്റെ പെച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ മോന് ഹെൽമെറ്റ് ഒന്നും ഇടാതെ പോയിട്ട് സ്കൂട്ടറിൽ നിന്ന് ആക്സിഡൻ്റ് ആയതാണ്. നമ്മളിപ്പോൾ പാലക്കാട് സ്ഥലം കാണാൻ പോവുകയാണ്. വൈകുന്നേരം 5 മണിക്കാണ്. ഇതാ നമ്മൾ മലമ്പുഴ ഡാം കാണാണ്. അവിടെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ട്. ഇതതിൻ്റെ എൻട്രി ആണ്. ഇത് ടിക്കറ്റൊക്കെ എടുക്കണം. തിരക്കുണ്ട് ഗായ്സ്. എല്ലാവരും ഇവിടെ വന്നണോ? മലമ്പുഴ ഡാമൊക്കെ കണ്ടണോ? ആദ്യമായിട്ടാണ് പാലക്കാട്ടേക്ക് വരുന്നത്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. മുന്നിൽ കയറി. ഫ്ലവർ ഷോ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ട്. കുറേ നിറങ്ങളുള്ള അടിപൊളി പൂക്കളുണ്ട്. ഇതിൻ്റെ നേരെ ഒരു ടൈഗറിനെ കൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി. നല്ല അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളവിടെ ഇങ്ങനെ നടന്ന് എല്ലാം ഇങ്ങനെ കാണുകയാണ്. പിന്നെ കൈ പിടിച്ചാണ്ടാണ് നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മേലക്കൊക്കെ ആയി. നല്ല രസമുണ്ടായിരുന്നു. പച്ചൊക്കെ ഉമ്മയൊക്കെ ബാക്കിലുണ്ട് കേട്ടോ. ഇത് കുറേ ലൈറ്റ്സ് ഒക്കെ അവിടെ വെച്ചിരിക്കണ്. ഇത് ഒരുപാട് ഫ്ലവേഴ്സ് എനിക്ക് പറിക്കാനൊക്കെ തോന്നി. പക്ഷെ പറിക്കാൻ പറ്റും. നല്ല രസമില്ല ഇത് കാണാൻ ഗൈസ്. മെച്ചി ഞങ്ങളൊക്കെ കുറേ നടന്ന് ഉണ്ടായിരുന്നു. ഇത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ാണ് പല രീതിയിലുള്ള വെള്ളം ഇങ്ങനെ വരികയാണ്. ഇവിടുന്നൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടോ. നല്ല രസമുള്ള സ്ഥലമായിരുന്നു. 6 മണിക്കായപ്പോൾ ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി. എൻ്റെ മാതിരി പല കളറിലുള്ള ലൈറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ഡാം വരുന്നത്. ഇതൊക്കെ വെള്ളം ഇങ്ങനെ വരാണ്. ഞങ്ങൾ ഡാമിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ നല്ല രസമല്ലേ ഗായ്സ്, ആകാശം കാണാൻ. ഞാൻ ഇവിടെ ഇങ്ങനെ പാടത്ത് കൂടെ ഇങ്ങനെ നടന്ന് വരികയാണ്. സ്കൂളത്തെ കുട്ടികളുണ്ടെങ്കിൽ കുറേ കുട്ടികൾ ഇങ്ങോട്ട് ടൂറ് വന്നിരുന്നു. പലതരം പാമ്പുകളുടെ സ്ഥലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പിന്നെ ഞാൻ കുറച്ച് നേരം ഇവിടുന്ന് നടന്ന്. ഇവിടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ക്ഷീണമൊന്നും വരുന്നില്ല. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്.
ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാന്ന് പറഞ്ഞിട്ട് തമാശ പറയാണ്. ഇതിങ്ങനെ ലൈറ്റിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. ഇപ്പം ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. ഇവിടെ നല്ല ഇരുട്ടൊന്നുമില്ല. അപ്പച്ചിൻ്റെ ഗെറ്റപ്പ് കണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഓരോരോ കളറാണ്. അപ്പച്ചിങ്ങനെ ഗെറ്റപ്പ് ഞാൻ ഓടിയിട്ടൊരു ഗെറ്റപ്പ് എടുത്തിന്. പിന്നെ എൻ്റെ അബ്ബൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോവുകയാണ്. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഡാമിലേക്ക് കയറാണ്. പിന്നെ എനിക്ക് ഈ സ്റ്റെപ്പൊക്കെ ഇഷ്ടമായി. ഈ സ്റ്റെപ്പ് കയറിയിട്ടൊന്നും ഞാൻ ക്ഷീണിച്ചിട്ടില്ല. ഒരു ഡാമിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. മാപ്പി മുന്നിൽ പോയിട്ടുണ്ട്. ഞാനും മുന്നിൽ മാപ്പിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഇത് അമ്മച്ചി ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് വരികയാണ്. അപ്പച്ചിക്ക് നടക്കാനും പോലും കഴിയുന്നില്ല. കൂടുതൽ സ്റ്റെപ്പ് കൊണ്ട് എന്നിട്ട് ഇമ്മച്ചി മെല്ലെ മെല്ലെ നടന്ന് വരും. ഇങ്ങനെ ഇങ്ങനെ കമ്പി പിടിച്ച് ഇങ്ങനെ നടന്ന് വരികയാണ്. ഇതാണ് നമ്മളെ ഡാം. അതിമനോഹരമാണ് കാണാൻ. ഇപ്പച്ചിങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതുപോലെ കുറേ നടക്കാണ്ട് കേട്ടോ. ഞങ്ങൾ അധികം ഒന്നും നടന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് നടന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നു. വൈകുന്നേരം ഇപ്പം നല്ല രസമായിന്. ലൈറ്റൊക്കെ ഉണ്ടായിട്ട് നല്ല രസമായിട്ടുണ്ട്. നമ്മൾ വാട്ടർ പാർക്കിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പത്തെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് അവിടെ പോകാൻ നേരം കിട്ടിയില്ല. അവിടെ ഒരുപാട് ടൈം ബ്ലോക്കായി പോയി. ഞങ്ങളൊരു പാർക്കൊക്കെ പോയതായിരുന്നു. ഇവിടെയുള്ള കിഡ്സ് പാർക്കിലാണ് ഞങ്ങൾ. ഊനാലാടാണ്. പറ്റി ഊനാലാട് കണ്ടിയിലിങ്ങനെ ഇതിനാ സ്ലൈഡിങ് ചെയ്യാണ്. വെളിച്ചം കുറവാട്ടോ, ഇരുട്ടാണ് അവിടെ. ഇവിടെ ഞാൻ ഒരുപാട് നേരം കളിച്ചു. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പറയാണ് മാമാപ്പി ഇവിടെ ഒരു തൂക്കുംപാലുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം. അപ്പം നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ അങ്ങനെ ഓടി വരികയാണ് അവിടെ. എനിക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അടുത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്. സമയം ഏകദേശം 7 ആയി കേട്ടോ. ഇവിടെ പൈസ കൊടുത്ത് ഫ്ലവറൊക്കെ വാങ്ങാൻ പറ്റിയ സ്ഥലം കേട്ടോ. വാങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ വാങ്ങണൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇന്നും കൂടി ഉള്ള കേട്ടോ ഫ്ലവർ ഷോ. ഒരുപാട് എനിക്കിഷ്ടമായി. ഇത്രയധികം ഫ്ലവർ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പേരൊക്കെ ഒന്നും എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഞങ്ങൾ തൂക്കുംപാലത്തിന് വന്നിട്ട് പേടിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് പേടിയായി വിചാരിച്ചിട്ട് ഞാൻ സ്പീഡ് അവിടെ മുന്നേ എനിക്ക് കുറച്ച് ധൈര്യം വന്ന് തൂക്കുപാലം ഇങ്ങനെ കുറച്ച് ഇളകി തൂക്കുപാലത്തിൽ കയറുന്നത്. എന്നിട്ട് അബ്ബ ഇങ്ങനെ കളിയാക്കുകയാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊന്നും അതിൽ കയറാൻ കഴിയുന്നില്ല. ഞങ്ങൾ വന്നപ്പോൾ അപ്പുറത്ത് പറഞ്ഞ് കുറേ പേടിപ്പിച്ചു. എക്സി പാർക്കിലേക്കാണ് പോകണേന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ എക്സി പാർക്കിൽ എത്തിയപ്പോൾ എനിക്ക് പേടിയൊന്നും തോന്നില്ല. പിന്നെ അവിടുന്ന് ഇങ്ങനെ തിരിച്ചു പോരാണ് നമ്മൾ.
കഴിഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് പോന്നു. അത് നടന്ന് പിന്നെ അവിടെ നമ്മൾ തിരിച്ച് പോന്നു. പിന്നെ നമ്മൾ ഹോട്ടലൊക്കെ നോക്കി നടക്കുകയാണ്. നമുക്ക് ഫുഡൊക്കെ ഇതിൻ്റെ അടുത്ത് പള്ളിപ്പെരുന്നാളുണ്ടായിരുന്നു. അവിടെ കുറേ പിന്നെ അവിടെ കയറിയപ്പോൾ അവിടെ ബ്രോസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ബ്രോസ്റ്റ് കഴിക്കുകയാണ്. എനിക്ക് ബ്രോസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. ബ്രോസ്റ്റും പിന്നെ ഷവായ വാങ്ങി.